നോ കമന്റ്സ്. ആ ചാപ്റ്റർ ഞങ്ങൾ ക്ലോസ് ചെയ്താണ്. നോ കമന്റ്സ്. ഒരേ വിഷയം തന്നെയാണ് യുഡിഎഫും ഞങ്ങൾ പറഞ്ഞല്ലോ. ഇനി നോ മോർ കമന്റ്സ്. കാരണം താങ്കൾ ഈ കരിവേപ്പില പോലെ വലിച്ചെറിയുന്നു പിണറായി വിജയൻ പറയുന്നു, താങ്കൾ അത് തീരെ ചെയ്യുന്നു. ഇത് താങ്കൾ അദ്ദേഹം തമ്മിലുള്ള ഒരു നെക്സസ്, ഒരു പൊളിറ്റിക്കൽ നെക്സസ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് പരസ്പരം അറിഞ്ഞുള്ള ഇടപാടുകളാണെന്നാണ് ആരോപിക്കുന്നത്. അതിന് താങ്കൾക്ക് ഉത്തരം പറയുന്നില്ലേ? ഉത്തരം പറയേണ്ട ഒരു ആവശ്യമില്ല. UDFന്റെ തീരുമാനമാണ്, യുനാനിമസ് ആയിട്ടുള്ള തീരുമാനമാണ് UDF ചെയർമാൻ എന്ന നിലയിൽ ഞാൻ പ്രഖ്യാപിച്ചത്. അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഞങ്ങൾക്കാണ്, UDFനാണ്. ഞാൻ UDF ചെയർമാൻ എന്ന നിലയിൽ അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കും. ഇത് സംബന്ധിച്ചൊന്നും കമന്റ്സ് ഇല്ല, ഒരു കമന്റ്സും ഇല്ല. അതില്ല. അത് ആരാഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഞങ്ങളില്ല. ഞങ്ങൾ ഇത് UDFും LDFും തമ്മിലുള്ള പൊളിറ്റിക്കൽ ഫൈറ്റാണ്. UDFും LDFും തമ്മിലുള്ള പൊളിറ്റിക്കൽ ഫൈറ്റാണ്. അതിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുവരാൻ ആരും ശ്രമിക്കേണ്ട. ആര് വിചാരിച്ചാലും അതിന്റെ അപ്പുറത്തോട്ട് ഞങ്ങൾ പോകില്ല. ഞങ്ങൾ ഇത് രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ്. ഇവിടെ ഞങ്ങൾക്ക് കിട്ടേണ്ട ഒരു പൊളിറ്റിക്കൽ വോട്ടും ഒരെണ്ണം പുറത്തു പോവില്ല. അത് ഞങ്ങൾക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്നവർക്ക് രണ്ട് കൂട്ടരുണ്ട്. ഒന്ന് ഞങ്ങളുടെ പൊളിറ്റിക്കൽ വോട്ട്, രണ്ട് സർക്കാരിനെതിരായിട്ടുള്ള ആന്റി ഇൻകംബൻസി വോട്ട്. അല്ലെ, ആന്റി ഇൻകംബൻസി വോട്ട് ഈ സർക്കാരെ താഴെ ഇറക്കണം എന്ന് ആഗ്രഹിക്കുന്ന വോട്ടാ. അത് ഞങ്ങൾക്കല്ലാതെ വേറെ ആരെങ്കിലും രാഷ്ട്രീയ ബോധ്യത്തോടു കൂടിയല്ലേ ആന്റി ഇൻകംബൻസി എന്ന സർക്കാരിനോടുള്ള പ്രതിഷേധം, അത് ദേഷ്യം അല്ലെ, അത് വേറെ ആർക്കെങ്കിലും കൊണ്ടേ ചെയ്യാൻ പറ്റുമോ? അത് ചെയ്യേണ്ടത് UDFനല്ലേ. വേറെ ഒന്നാമത്തെ ഇവിടെ BJP പോലും ഇറലവന്റ് ആണ്. BJP പോലും മത്സരരംഗത്തില്ല, ഇവിടെ ഇറലവന്റാണ്. അപ്പോൾ UDFും LDFും തമ്മിൽ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് നടക്കുമ്പോൾ ഈ സർക്കാരിനെതിരായിട്ടുള്ള പ്രതിഷേധത്തിന്റെ വോട്ട് UDFനല്ലാതെ, LDFനെതിരായ വോട്ട് UDFനല്ലാതെ ആരെങ്കിലും ചെയ്യോ? അത്ര രാഷ്ട്രീയ പ്രബുദ്ധത ഇല്ലാത്തവരാണോ നിലമ്പൂരിലെ വോട്ടർമാർ? നമ്മളെക്കാളും എല്ലാവരും പൊളിറ്റിക്കലി കോൺഷ്യസ് ആയിട്ടുള്ള ആളാണ്. അവർക്ക് അറിയാം എവിടെ വോട്ട് ചെയ്യേണ്ടതെന്ന്. നിങ്ങൾ ഭൂരിപക്ഷം കാണുമ്പോൾ നോക്കിയോ. അപ്പൊ എല്ലാ സംശയവും സർക്കാരിനെ ഒരുപാട് ആളുകൾ വിമർശിക്കുന്നില്ലേ? UDFിൽ ഇല്ലാത്ത ആളുകൾ വിമർശിക്കുന്നില്ലേ? UDFന്റെ പുറത്ത് നിൽക്കുന്ന ആളുകൾ വിമർശിക്കുന്നില്ലേ? LDFന്റെ അകത്ത് നിൽക്കുന്ന ആളുകൾ വിമർശിച്ചില്ലേ? അപ്പൊ ഞാൻ ആശാ സമരത്തെ കുറിച്ച് പറഞ്ഞു. സംഗീത അക്കാദമി ചെയർമാനല്ലേ, സാഹിത്യ അക്കാദമി ചെയർമാനല്ലേ സച്ചിദാനന്ദ സാറ് ഒരു ഇടത് സഹയാത്രികനായി അറിയപ്പെട്ടിരുന്ന ആളല്ലേ. അവരുടെ ഒരു കോർപ്പറേഷന്റെ ചെയർമാനല്ലേ. അദ്ദേഹം എന്താ പറഞ്ഞത്? ഞങ്ങളുടെ അഭിപ്രായമല്ല പറഞ്ഞു അല്ലേ. എത്ര പേരാണ് ഈ ഇടതുപക്ഷത്തിന്റെ ഫെല്ലോ ട്രാവലേഴ്സ് എന്ന് പറയുന്ന സഹയാത്രികരായിട്ടുള്ള ആളുകളെല്ലാം ഈ സർക്കാരിനെതിരാണ്, എല്ലാവരും എതിരാണ്. എല്ലാ നിയോജക മണ്ഡലങ്ങളിലും 4,500 വോട്ട് ഇടതുപക്ഷത്തിന്റെ സഹയാത്രികർക്ക്. അവർ സാധാരണഗതിയിൽ ലെഫ്റ്റിനെ വോട്ട് ചെയ്യുള്ളൂ. പക്ഷെ ഇപ്പൊ അവർ കടുത്ത പ്രതിഷേധത്തിലാണ്. അവരുടെ വോട്ട് ഞങ്ങൾക്ക് കിട്ടും. ഞങ്ങൾക്കത് പാലക്കാട് കിട്ടി, ഞങ്ങൾക്കത് കിട്ടി. നിങ്ങൾ ഈ പറയുന്നതൊക്കെ ഞങ്ങൾക്ക് കിട്ടി. പാലക്കാട് കിട്ടി, ഞങ്ങൾക്ക് കിട്ടി ആ വോട്ട്. അല്ല, പ്രതിപക്ഷം അതിന് പൂർണ്ണമായ പിന്തുണ കൊടുത്തിരിക്കുകയാണ് ആ സമരത്തിന്. ആ സമരത്തിന്റെ കൂടെ ഞങ്ങളുണ്ട്. ഞങ്ങൾ ആ സമരത്തെ ഇലക്ഷൻ ആയതുകൊണ്ടാണ് 18-ാം തീയതി അവിടെ വലിയ സമ്മേളനം വെച്ചിരുന്നതിലൊക്കെ ഞങ്ങളെല്ലാവരും പങ്കെടുക്കും. ഞങ്ങൾ പൂർണ്ണമായ പിന്തുണ ആ സമരത്തിനുണ്ടാവും. എന്നിട്ട് ഞങ്ങളുടെ പഞ്ചായത്തുകൾ, UDF ഭരിക്കുന്ന പഞ്ചായത്തുകൾ അവരുടെ ഇൻസെന്റീവ് കൊടുക്കാൻ തീരുമാനിച്ചു. അതിന് പാരവയ്ക്കാണ് ഇപ്പോൾ ഗവൺമെന്റ്. അവർക്ക് ഒരു പൈസ പോലും കിട്ടരുതെന്ന്. ഞങ്ങളുടെ പഞ്ചായത്തുകൾ അവർക്ക് പൈസ കൊടുക്കാൻ തീരുമാനിച്ചാൽ ഇവർക്ക് എന്താ, അതിനെ വരെ തടസ്സപ്പെടുന്നതാണ്. എന്നിട്ട് ഇപ്പോ 7,000 കിട്ടിയിരുന്നത് 3,500 ആക്കി പട്ടിണിക്കിട്ട് കൊല്ലാൻ നോക്കുക. കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു ഗവൺമെന്റും സമരം ചെയ്ത ഈ പാവപ്പെട്ട സ്ത്രീകളോട് ഇതുപോലെ ക്രൂരമായി പെരുമാറിയിട്ടില്ല. മുതലാളിമാര് പോലും, നമ്മുടെ സിനിമയിൽ പഴയ മുതലാളിമാരുണ്ടല്ലോ, സിനിമയിൽ കാണുന്ന ഒരു 30-40 വർഷം മുമ്പ് സിനിമയിൽ കാണുന്ന മുതലാളിമാര് പോലും ഇതുപോലെ പെരുമാറിയിട്ടില്ല.
അതേപോലെ മുതലാളിത്ത മനോഭാവം സർക്കാരിന്. തീവ്ര വലതുപക്ഷ സർക്കാരാണിത്. ഇത് ലെഫ്റ്റ് അല്ല, തീവ്ര വലതുപക്ഷ സർക്കാർ. അതുകൊണ്ട് ഇടതുപക്ഷ മനസ്സുള്ള ഒരാളും ഇവരുടെ സ്ഥാനാർത്ഥിക്ക് ഇവിടെ വോട്ട് ചെയ്യില്ല.